ശ്രീ സി ആർ രാധാകൃഷ്ണൻ, ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ CPM-ന്റെയും സർക്കാരിൻ്റെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. തിരുനെല്ലി ക്ഷേത്രത്തിലെയും തൃശ്ശിലേരി ക്ഷേത്രത്തിലെയും 2 സഹകരണ ബാങ്കുകളിൽ നടത്തിയ സ്ഥിര നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷേ അത് ചെവിക്കൊള്ളാതെ പിന്നീടത് സുപ്രീം കോടതിയിലേക്ക് സഹകരണ ബാങ്കുകൾ പോകുന്ന സ്ഥിതിയുണ്ടായി. അതിനാണ് ഇപ്പോൾ കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നത്. അങ്ങ് ദേവസ്വം ബോർഡിൻ്റെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. ഇങ്ങനെ ഇതുപോലെ എത്രയോ ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള സംഭവവികാസങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ CPM ഭരിക്കുന്ന ഭരണസമിതികൾക്ക് അവരുടെ അതിജീവനത്തിന് പണം എത്തിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഒരുപക്ഷെ അങ്ങയുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടാകും. ശ്രീമതി നീലിമ, ഇന്ന് ഭാരതത്തിലാകമാനമുള്ള ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ പരമോന്നത നീതിപീഠം വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി പറഞ്ഞിരിക്കുന്നു, ദേവധനം ദേവന് നൽകണം എന്നാണ്. ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് മുതൽ, ശങ്കരാചാര്യരുടെ കാലം മുതലാണ് നമ്മുടെ ഈ രാജ്യത്ത്, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്ര സ്ഥാപനങ്ങളുണ്ടായത്. നമ്മൾ പ്രത്യക്ഷ ദർശനത്തിൽ വരാത്ത ഈ ബിംബങ്ങളെ അത് വിഗ്രഹങ്ങളിൽ ആരാധിക്കാമെന്ന് ഭാരതത്തിലെ പൗരന്മാർക്ക്, സാധുക്കളായ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുകയും ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്ത ശങ്കരാചാര്യരുടെ കാലം മുതൽ ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മഹാക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മഹാക്ഷേത്രങ്ങളെ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ അതിൻ്റെ കോടിക്കണക്കിന്, ദശലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്തുകൾ, സ്ഥാവര സ്വത്തുകളും അതുപോലെ ജംഗമ സ്വത്തുകളും നൂറ്റാണ്ടുകളായി അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു ആവേശവും ഊർജവും ഈ പരമോന്നത നീതിപീഠത്തിൻ്റെ ഈ വിധിന്യായത്തിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കേരളത്തിൽ, ഞാൻ ഭാരതത്തിലെ മൊത്തം കഥ വിടുന്നു. കേരളത്തിൽ തന്നെ നമുക്കറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ദേവസ്വം ബോർഡുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി, മലബാർ. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വൻതോതിലുള്ള ഈ സ്ഥാവര ജംഗമ സ്വത്തുകളുടെ അപഹരണവും അന്യാധീനപ്പെടുത്തലും കടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു പാതയിലാണ് ഇന്ന് ഭാരതത്തിലെ ഹിന്ദുക്കൾ. അപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, ഈ ഈശ്വര വിശ്വാസികളല്ലാത്തവർ, ഇവിടെ വളരെ വ്യക്തതയോടുകൂടി നിയമങ്ങളുണ്ട്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്താണ് ഈശ്വരനിലും ഹിന്ദുവിലും ജനിച്ച ജന്മം കൊണ്ട് ഹിന്ദുവാണെന്നും വിഗ്രഹാരാധനയിൽ വിശ്വാസമുണ്ടെന്നും ഇവിടെ വ്യക്തമായി സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും ഒക്കെ ഇവിടെ ഭരിക്കാൻ വരുന്നത്. പക്ഷേ അത് രാഷ്ട്രീയ സ്വാധീനമോ പുറത്തുള്ള സ്വാധീനം എങ്ങനെയാണെന്നറിയില്ല. അവരുടെ പ്രവർത്തനം കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപന ജംഗമ സ്വത്തുകൾ വൻതോതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇതെപ്പോൾ തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല, വളരെ വർഷങ്ങളായി നമുക്ക് ഈ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ 1950 ധർമ്മസ്ഥാപന നിയമത്തെ തുടങ്ങി ഉണ്ടാക്കിയ നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ കർക്കശമായ നിയമങ്ങൾ തന്നെയാണ്. അതാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിന്യായത്തിൽ അത് വന്നത്. ഇതിൻ്റെ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ മൈനറാണ്, മൈനറുടെ വക അന്യാധീനപ്പെടുത്താൻ, എലിനേറ്റ് ചെയ്യാനോ പാർട്ടീഷൻ ചെയ്യാനോ അന്യാധീനപ്പെടുത്താനോ ഈ ഭരണ അധികാരികൾക്ക് ഒരവകാശവുമില്ല എന്ന് വളരെ ഖണ്ഡിതമായി പറഞ്ഞുകൊണ്ടാണ് ആ വിധിന്യായം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ വളരെ വ്യക്തതയോടുകൂടി നിയമങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പല ചർച്ചകളിലും ഞാൻ പറഞ്ഞതാണ്. ഈ ധർമ്മസ്ഥാപന നിയമത്തിൻ്റെ പിൻബലം പറ്റിക്കൊണ്ട് വളരെ വ്യക്തതയോടുകൂടി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് ഇപ്പോൾ ശബരിമലയുടെ കാര്യം പറഞ്ഞു. ശബരിമലയെന്നല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏതു മേഖലയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഏതു മഹാക്ഷേത്രങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ നിർണായകമായ അധികാരത്തിൽ പ്രവർത്തിക്കുന്ന ആരായാലും അവർ ഈ സ്ഥാപനത്തിന്, ഈ ധർമ്മസ്ഥാപനത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടാക്കിയാൽ അത് അവൻ്റെ പിന്നാലെ പോയി അവൻ്റെ കാലം കഴിഞ്ഞെങ്കിൽ അവൻ അനന്തര അവകാശികളിൽ നിന്നും ഈടാക്കിയെടുക്കാനുള്ള വളരെ ആഴത്തിലുള്ള കർശനമായ നിയമം നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത് നടപ്പാക്കാൻ ആർജവുമില്ലായ്മ, അത് നടപ്പാക്കാനുള്ള നടപടിയെടുക്കായ്മ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കണ്ണടയ്ക്കുക, ഇതാണ് നമ്മൾ കണ്ടുവരുന്ന പ്രതിഭാസം. വളരെ വ്യക്തതയോടുകൂടി ഇവിടെ നിയമങ്ങളുണ്ട്. ഇപ്പം തന്നെ നമ്മൾ സ്വർണം, പിന്നെ ശബരിമല, അനന്തര ഫലമെന്താ?
അപ്രതീക്ഷിതമായി വാസ്തവത്തിൽ നമുക്ക് പോലും വിശ്വസിക്കാനാവാത്ത തരത്തിൽ 3-4 ഭരണാധികാരികൾ അകത്ത് കിടക്കുകയാണ്. അതെ, കാരണം ഇത് നടാടെ നമ്മുടെ ഇപ്പം ഇത്രയും കാലം ജീവിത അനുഭവത്തിൽ ആദ്യമാണ്. അപ്പോൾ ഈ പ്രൊവിഷനുകൾ, ഈ നിയമങ്ങൾ, ഇവരെ ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ, ഇവരിൽ നിന്ന് ഈ പണം ഈടാക്കാനുള്ള നിയമങ്ങൾ വളരെ ശക്തിയായി ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യം വരുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നിയമം, 1950 മുതലുള്ള നിയമങ്ങളാണ്. ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുക, വളരെ ആഴത്തിൽ ഇത് ഹിന്ദു ധർമ്മസ്ഥാപനമാണ്, ഇത് ദേവൻ്റെ സമ്പത്താണ്. ദേവധനത്തിൽ കൈവച്ചാൽ അത് അവരല്ലെങ്കിൽ കൈവയ്ക്കുന്നവരല്ലെങ്കിൽ അവരുടെ അനന്തരാവകാശികളെ അല്ലെങ്കിൽ അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെ, അവിടെയാണിപ്പോൾ EDയുടെ ഒരു പ്രസക്തിയും കൂടെ ഞാൻ കാണുന്നത്. കാരണം ഇവിടെ ഈ നടക്കുന്ന ഈ ക്രിമിനൽ കേസുകൾ ചിലപ്പോൾ അതിൻ്റെ സമാപ്തിയിൽ അവരെ ശിക്ഷിക്കപ്പെടാം. പക്ഷേ ഈ ദേവധനം അപഹരിച്ചത് തിരിച്ചെടുക്കണമെങ്കിൽ, അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളിൽ തിരിച്ചെടുക്കണമെങ്കിൽ EDയും കൂടെ സമാന്തര അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ 2 മേഖലകളിലും നമുക്ക് വളരെ വ്യക്തതയോടുകൂടി ഈ ശബരിമല ധർമ്മശാസ്താവിൻ്റെയും അതുപോലെ തന്നെ ഈ ദേവന്മാരുടെ ഇപ്പം തന്നെ സുപ്രീം കോടതി ആ വിധിന്യായം ഉണ്ടായതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? കേരള ഹൈക്കോടതി വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു, ഈ തിരുനെല്ലി തൃശ്ശിലേരി ക്ഷേത്രങ്ങളുടെ സമ്പത്ത് ഉടൻ തിരിച്ചു കൊടുക്കണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. ആ കേരള ഹൈക്കോടതി പറയാനുള്ള കാര്യം എന്താ? ഹിന്ദു ധർമ്മസ്ഥാപനത്തിന് നിയമത്തിലുള്ള ഈ ആഴത്തിലുള്ള നിയമമാണ് അവർ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ സമ്പത്ത് നഷ്ടപ്പെടുത്താനോ അത് അന്യാധീനപ്പെടുത്താനോ ഒരു ഭരണാധികാരികളും അവകാശമില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ ഹിന്ദു ജനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അതിൽ പരാജയപ്പെട്ടാൽ നമ്മൾ ഈ ദർശനം നടത്തുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഹിന്ദുക്കൾ വളരെ കർശനമായ സമീപനം സ്വീകരിച്ചാൽ ഇമാതിരി വിധിന്യായങ്ങളുണ്ടാവും. ഇതുപോലുള്ള ഈ സ്ഥാപനത്തിൻ്റെ നഷ്ടപ്പെട്ട സമ്പത്തുകൾ കർശനമായി തിരിച്ചു പിടിക്കാനും കഴിയും. അത് അത്ര ശക്തിയായി സഹകരണ ബാങ്കിന്റെ വിഷയത്തിൽ മാത്രമാണ് സുപ്രീം കോടതിയുടെ ഇത്തരത്തിലൊരു നിരീക്ഷണം ഉത്തരവ് വന്നതെങ്കിൽ കൂടി ദേവന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്.